ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആഗോളതലത്തിൽ വൻ ശ്രദ്ധ നേടുന്നു. ഇന്ത്യയുടെ ഡിആർഡിഒ, റഷ്യയുടെ NPO-M എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ശബ്ദത്തേക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബ്രഹ്മോസ് വാങ്ങിയത് ഫിലിപ്പീൻസ് ആണ്. ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ഈ മിസൈലിനായി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫിലിപ്പീൻസ് ഇപ്പോൾ ഈ മിസൈൽ സംവിധാനത്തെ പ്രായോഗിക സൈനിക വിന്യാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അടുത്ത ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ബാലിഖതൻ എന്ന ഫിലിപ്പീൻസ് അമേരിക്ക സംയുക്ത സൈനികാഭ്യാസത്തിനിടെ ഫിലിപ്പീൻസ് സൈന്യം ആദ്യമായി ബ്രഹ്മോസ് മിസൈലിന്റെ സിമുലേഷൻ ഫയറിംഗ് നടത്താൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. സിമുലേഷൻ വഴി സൈനികർ യഥാർത്ഥ ലോഞ്ചർ, നിയന്ത്രണ പാനലുകൾ, റഡാർ വിവരങ്ങൾ, ലക്ഷ്യനിർണയ സംവിധാനങ്ങൾ, പ്രതികരണ സമയം, കമാൻഡ് ചെയിൻ ഏകോപനം തുടങ്ങിയ ഘടകങ്ങൾ യുദ്ധസമാന സാഹചര്യത്തിൽ പരീക്ഷിക്കുന്നു. ഇതിലൂടെ ലൈവ് ഫയറിംഗിന്റെ അപകട സാധ്യതകൾ ഒഴിവാക്കി വില കൂടിയ മിസൈലുകൾ ചിലവഴിക്കാതെ തന്നെ സമഗ്ര പരിശീലനം നേടാൻ സാധിക്കുന്നു. ഫിലിപ്പീൻസ് തങ്ങളുടെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ആയുധമായി ബ്രഹ്മോസിനെ വിശേഷിപ്പിക്കുന്നുവെന്ന് ഫിലിപ്പീൻസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫിലിപ്പീൻസ് ഈ നീക്കത്തിലൂടെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ചൈനയോടാണ്. ദക്ഷിണ ചൈന കടലിലെ വിവിധ ദ്വീപുകളും പാറക്കെട്ടുകളും ചുറ്റിപ്പറ്റി വർഷങ്ങളായി ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ പ്രാദേശിക തർക്കം നിലനിൽക്കുന്നുണ്ട്. ചൈനീസ് കോസ്റ്റ് ഗാർഡും ഫിലിപ്പീൻസ് കപ്പലുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ പതിവായിരുന്നു. ഈ സാഹചര്യത്തിൽ ബ്രഹ്മോസ് പോലൊരു ദീർഘദൂര അതിവേഗ പ്രഹരായുധം ഫിലിപ്പീൻസിന്റെ കൈവശമാകുന്നത് പ്രാദേശിക സുരക്ഷാ കണക്കുകൂട്ടലുകളെ തന്നെ മാറ്റിമറിക്കുകയാണ്. ബ്രഹ്മോസിന്റെ സാങ്കേതിക ശേഷിയും ഫിലിപ്പീൻസിന് വലിയ ആനുകൂല്യം നൽകുന്നു. മാക് 2.8 വരെ വേഗത കൈവരിക്കുന്നതിനാൽ ശത്രു കപ്പലുകൾക്കും മറ്റു ലക്ഷ്യങ്ങൾക്കും പ്രതികരിക്കാൻ ലഭിക്കുന്ന സമയം വളരെ കുറവായിരിക്കും. താഴ്ന്ന ഉയരത്തിൽ അതിവേഗം സഞ്ചരിക്കുന്നതിനാൽ കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. കടലിൽ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലുകൾ, തീരപ്രദേശങ്ങളിലെ കേന്ദ്രങ്ങൾ, പ്രധാന താവളങ്ങൾ എന്നിവയെ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും. ഈ മിസൈൽ നിലവിലുള്ള പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും വെല്ലുവിളിയാകുന്നവയാണ്. അതിന്റെ അതിവേഗതയും കൃത്യതയും കാരണം ലക്ഷ്യത്തെ തടയുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് ഏറെ പ്രയാസകരമാണ്. കൂടാതെ ഫയർ ആൻഡ് ഫോർഗറ്റ് സാങ്കേതിക വിദ്യയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് വിക്ഷേപിച്ചതിനു ശേഷം മിസൈൽ സ്വയം ലക്ഷ്യത്തെ കണ്ടെത്തി ആക്രമണം നടത്തും. ബ്രഹ്മോസ് മിസൈലിന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ ബഹുമുഖ വിക്ഷേപണ ശേഷിയാണ്. കരയിൽ നിന്ന് മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചും കടലിൽ നിന്ന് യുദ്ധക്കപ്പലുകൾ വഴി, സമുദ്രത്തിനടിയിൽ നിന്ന് അന്തർവാഹിനികളിലൂടെ, വായുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വഴി എന്നിങ്ങനെ 4 രീതിയിൽ ഇത് വിക്ഷേപിക്കാം. ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങളിൽ നിന്നുമാണ് ഇതിനകം ഈ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളത്. ആദ്യഘട്ട ബ്രഹ്മോസ് മിസൈലുകളുടെ ശ്രേണി ഏകദേശം 290 കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ പിന്നീട് വികസിപ്പിച്ച വിപുലീകൃത പതിപ്പുകൾക്ക് 450 കിലോമീറ്റർ മുതൽ 800 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ കഴിയും. സമുദ്രത്തിന്റെ മേൽത്തട്ടിൽ വെറും 3 മുതൽ 10 മീറ്റർ ഉയരത്തിൽ പറക്കുന്ന സീ സ്കിമ്മിംഗ് സാങ്കേതിക വിദ്യയും റഡാറുകളിൽ നിന്ന് മറഞ്ഞു നിൽക്കാനുള്ള കഴിവും ഇതിന്റെ പ്രത്യേകതകളാണ്. ഭാവിയിൽ ബ്രഹ്മോസ് പദ്ധതിക്ക് കൂടുതൽ ശക്തി നൽകുന്ന പുതിയ വകഭേദങ്ങളും വികസിപ്പിച്ചു വരികയാണ്. ബ്രഹ്മോസ് NG എന്ന നെക്സ്റ്റ് ജനറേഷൻ പതിപ്പ് ചെറുതും ഭാരം കുറഞ്ഞതുമായ രൂപത്തിലാണ് വികസിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയുടെ തേജസ് പോലുള്ള കൂടുതൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാനാകും. അതേസമയം ബ്രഹ്മോസ് 2 എന്ന ഹൈപ്പർസോണിക് പതിപ്പ് മാക് 7 മുതൽ 8 വരെ വേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ പ്രതീകമായി മാറിയിട്ടുണ്ട്. 2022 ഫിലിപ്പീൻസുമായി ഇന്ത്യ ഒപ്പുവെച്ച $375 ബില്യൺ കരാർ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഒരു ചരിത്ര നാഴികക്കല്ലായിരുന്നു. ഇപ്പോൾ ഇന്തോനേഷ്യയും ഈ മിസൈൽ സംവിധാനം സ്വന്തമാക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം ലോകവിപണിയിൽ കൂടുതൽ ശക്തമായി സാന്നിധ്യം ഉറപ്പിക്കുന്നതായാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇങ്ങനെ ഒരു കാലത്ത് പ്രതിരോധ ഉപകരണങ്ങൾ കൂടുതലും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറുകയാണ്. ബ്രഹ്മോസ് പോലുള്ള സംവിധാനങ്ങൾ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വളർച്ചയ്ക്ക് ഇത് വലിയ അടയാളമായി മാറുകയാണ്. അതിനിടെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ഉറപ്പിച്ച മറ്റൊരു രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. ഇന്തോനേഷ്യയ്ക്ക് പുറമെ വിയറ്റ്നാമും ഇന്ത്യയുമായി മിസൈൽ ഇടപാടിനുള്ള ചർച്ചകളിലാണ്. $70 കോടി ഇടപാടാകും വിയറ്റ്നാമുമായി ഉണ്ടാകുക. മലേഷ്യ തങ്ങളുടെ പക്കലുള്ള സുഖോയ് 30 MKM യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും ബ്രസീൽ, ചിലി, അർജന്റീന തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങാനുള്ള ചർച്ചകളിലാണ്. മിസൈലിന്റെ പരിധി 290 കിലോമീറ്ററിൽ നിന്നും 450 കിലോമീറ്ററായും 800 കിലോമീറ്ററായും ഉയർത്താനുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യ തുടരുകയാണ്. നാഗ്പൂരിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് കേന്ദ്രത്തിൽ പ്രതിവർഷം 100-ലധികം മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ബ്രഹ്മോസ് ഇടപാടിലൂടെ മാത്രം ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ കയറ്റുമതിയിലൂടെ $5 ബില്യൺ വരുമാനം നേടാനാകുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. കൂടാതെ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണങ്ങൾ 2026-27 കാലയളവിൽ നടക്കുമെന്നും സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.